അയ്യ വണക്കം. കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കിടയിലെ ആറാട്ടണ്ണൻ അരുൺകുമാറിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. യവനെ എങ്ങാനും ആ ഏരിയയിൽ വല്ലതും കണ്ടു കഴിഞ്ഞാൽ കയ്യും കാലും കെട്ടി ഗംഗാവലിപ്പുഴയിൽ ഒഴുക്കി വിടണമെന്നാണ് അവിടെയുള്ള പോലീസുകാർ മൊത്തം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾ കാരണം അവിടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഹഷ്മി താജ് ഇബ്രാഹിം അവിടെയുള്ള ഒരു പോലീസുകാരൻ്റെ ബൈറ്റ് എടുക്കാൻ ചെന്നപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള തലയിൽ മുടിയില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്തോരം കുത്തിത്തിരിപ്പാണ് അയാൾ നടത്തിയതെന്നുള്ള ചോദ്യത്തിന് സാർ ഞാനല്ല സാർ, അത് വേറെ ഞാൻ കണ്ടോ 24 ആണ് ഞാൻ എന്ന് ഹഷ്മി താജ് ഇബ്രാഹിം വരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് കുത്തിത്തിരിപ്പാണ് ഇയാൾ അവിടെ നടത്തിയിരുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇയാൾ നടത്തിയ കുത്തിത്തിരിപ്പ് അക്കമിട്ട് എണ്ണി പറഞ്ഞു തരാം. ഒന്നാമത്തെ കുത്തിത്തിരിപ്പ് ഇയാൾ അവിടെ നടത്തിയത്, ഇയാൾ അവിടെ പോയി അവിടെയുള്ള SP-ക്കെതിരെ സംസാരിച്ചു. രണ്ടാമത്തെ കുത്തിത്തിരിപ്പ് അയാൾ അവിടെ നടത്തിയത് DYSPക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് ദുരന്ത ഭൂമിയിൽ നിന്ന് കളിയാക്കി. മൂന്നാമത്തെ കുത്തിത്തിരിപ്പ് അയാൾ അവിടെ നടത്തിയത് കന്നഡികർക്ക് മനുഷ്യജീവന് ഒരു വിലയുമില്ല എന്ന രീതിയിൽ അവിടെ നിന്ന് സംസാരിച്ചു. നാലാമത്തെ കുത്തിത്തിരിപ്പ് അയാൾ അവിടെ ഉണ്ടാക്കിയത് ഇന്ത്യക്കാരെന്നുള്ളതിലുപരി ഒരു മലയാളിയായതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും മലയാളികളാണ് ജീവന് വില കൽപ്പിക്കുന്നത് എന്നുമുള്ള പൊറാട്ട് നാടകം ഇയാൾ അവിടെ നിന്ന് കളിച്ചു. അഞ്ചാമത് ഇയാൾ നടത്തിയ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന റെസ്ക്യൂ ഓപ്പറേഷനെ വഴിതിരിച്ചു വിടാനുള്ളതിൽ സ്തുത്യർഹമായിട്ടുള്ള പങ്ക് ഇയാളും ഇയാളുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരും നടത്തി എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം ഇയാളുടെ ആദ്യത്തെ വാദം എന്ന് പറയുന്നത് എന്നെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല എന്നുള്ളതാണ്. ഇയാൾ അങ്ങോട്ട് കടത്തിവിട്ട അയാൾ എന്തോ അവിടെ ചെന്ന് മണ്ണ് വാരൂ എന്നാണ് അവിടെയുള്ള പോലീസുകാർ മൊത്തം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു റെസ്ക്യൂ ഓപ്പറേഷനാണ്. പോരാത്തതിന് അതൊരു സെൻസിറ്റീവ് ഏരിയ ആണ്. ആ സെൻസിറ്റീവ് ഏരിയയിൽ ഏറ്റവും കുറച്ച് ആൾക്കാരെ മാത്രം നിർത്തി മാത്രമേ നമുക്ക് ആ റെസ്ക്യൂ ഓപ്പറേഷനിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് കർണാടക പോലീസും അവിടെയുള്ള അധികാരികളും പറയുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇയാൾ അങ്ങോട്ട് കടത്തിവിടുന്നില്ല എന്ന് പറയുന്നത്. അർജുന്റെ ലോറി മണ്ണിനടിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും മണ്ണിടിയാനുള്ള സാഹചര്യമുണ്ട്. ഇയാൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ വീണ്ടും മണ്ണിടിഞ്ഞ് ഇയാൾ മണ്ണിനടിയിലായി കഴിഞ്ഞാൽ അതിന് ആര് ഉത്തരവാദിത്തം പറയും? അതിന് കർണാടക സർക്കാർ ഉത്തരവാദിത്തം പറയണ്ടേ? അതിന് കർണാടക പോലീസ് ഉത്തരവാദിത്തം പറയണ്ടേ? കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മുഴുവൻ ഇറങ്ങില്ലേ? അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് കർണാടക പോലീസും കർണാടക സർക്കാരും വളരെ ഗംഭീരമായിട്ടാണ് അവിടെ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കുറ്റമറ്റാണ് അവരവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കന്നഡയിൽ ഗൊത്താൻ പോയി ഗൊത്തി അവസാനം മുറത്തി കയറി ഗൊത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ, അതായത് ഈ അർജുന്റെ രക്ഷാപ്രവർത്തനത്തിൽ കൃത്യമായിട്ടുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമാണ് അവിടെ ലോറി ഇതാ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു, മെറ്റലിൽ തട്ടിയിരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊന്നും പരത്താതെ കൃത്യമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിലൂടെ കറക്റ്റായിട്ട് വാർത്തകൾ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഫോളോ ചെയ്തത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഈ വിഷയത്തിൽ അനാവശ്യമായി യാതൊരുവിധ കമന്റുകളും ഇറക്കാൻ ഞാൻ അടക്കമുള്ളവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. കാരണം അവിടെ അവർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി അടക്കമുള്ളവർ പറയുന്നത് അതിനുള്ള സർവ്വസന്നാഹങ്ങളും, അതായത് അവിടെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഇവിടെയുള്ള കുറേ ആറാട്ടണ്ണന്മാർ അവിടെ പോയി ഗൊത്താനായിട്ട് നിൽക്കുന്നത്. കന്നഡികർക്ക് വിവരമില്ല, കന്നഡികർ എന്ന് പറഞ്ഞാൽ മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ആൾക്കാരാണ് എന്ന് പറയാനായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അവിടെ പോയിട്ട് SP വന്നില്ല, DYSP വന്നില്ല, മുഖ്യമന്ത്രി വന്നില്ല എന്നൊക്കെ പറയാൻ ഇയാൾ ആരാണ് എന്നുള്ളൊരു ചോദ്യം ആ സമയത്ത് തന്നെ കേരളത്തിലെ പല രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഉന്നയിച്ച ഒരു സംഭവമാണ്. പോരാത്തതിന് ഇയാൾ അവിടെ നിന്ന് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ കറക്റ്റായിട്ട് പോയിന്റിലേക്ക് വരാം. അതായത് കർണാടകയിലെ അധികൃതർ അപകട ദിവസം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വാഹനം വെള്ളത്തിനടിയിൽ തന്നെ കാണും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ വാഹനം വെള്ളത്തിനടിയിൽ കാണില്ല, അത് മണ്ണിനടിയിലാണ് എന്ന് പറഞ്ഞു പരത്തുന്നതിൽ അങ്ങനെ രക്ഷാപ്രവർത്തനം ഇത്രയും ദിവസം വൈകിപ്പിച്ചതിൽ സ്തുത്യർഹമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച ഒരാളാണ് അരുൺകുമാർ എന്ന് പറയുന്നത്. തീർന്നില്ല, ഇനിയുണ്ട് ഒരു രഞ്ജിത്ത് ഇസ്രായേൽ, പിന്നെ വേറൊരു വെട്ടാളുണ്ട്, ഒരു മനാഫ് എന്ന് പറഞ്ഞിട്ട്. ഈ മനാഫ് എന്ന് പറയുന്ന ഇയാളാണ് ലോറിയുടെ ഉടമ എന്ന് പറയുന്നത്. ഇയാൾ പക്ക കച്ചവടക്കാരനാണ്, തടി കച്ചവടമാണ് ഇയാളുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. ആ തടിയുമായിട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ ഭാരത് ബെൻസ് എന്ന് പറയുന്ന ലോറി മറിഞ്ഞത് എന്നുള്ളത് വേറൊരു കാര്യം, മണ്ണിനടിയിൽ പെട്ടുപോയത് എന്നുള്ളത് വേറൊരു കാര്യം. ഇയാളുടെ ഉദ്ദേശം എന്താണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തടി കച്ചവടക്കാരനാണ് സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ഇയാൾക്ക് ലോറി കിട്ടിയാൽ മാത്രമേ ഇയാൾക്ക് ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. ലോറി കിട്ടിയാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടൂ. അതുകൊണ്ട് നിരന്തരം അവിടെയുള്ള രക്ഷാപ്രവർത്തകരെ മുഴുവൻ ഇയാൾ പറഞ്ഞു തിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇയാൾ പറഞ്ഞു കർണാടക പോലീസ് ഇയാളെ തല്ലി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഘട്ടത്തിൽ ഇയാൾ പറഞ്ഞു GPS ഓണ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഘട്ടത്തിൽ ഇയാൾ പറഞ്ഞു അർജുന്റെ മൊബൈൽ റിങ് ചെയ്തു എന്ന് പറഞ്ഞു. നാലാമത്തെ ഘട്ടത്തിൽ ഇയാൾ പറഞ്ഞു വണ്ടി തന്നെ സ്റ്റാർട്ടായെന്ന് പറഞ്ഞു. അതുകൊണ്ട് വണ്ടി മണ്ണിനടിയിൽ തന്നെ കാണും എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിന്റെ ദിശ തിരിച്ചുവിട്ടതിൽ ഒരാൾ ഈ മനാഫ് എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ക കച്ചവടക്കാരൻ, ലോറി കിട്ടിയാൽ മാത്രമേ ഇയാൾക്ക് ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുക അതിനു വേണ്ടി തന്നെ ഇയാൾ ചെയ്തതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എത്രയും പെട്ടെന്ന് ഇയാൾക്ക് ലോറി കിട്ടണമല്ലോ.
അപ്പോഴും ഗംഗാവലി പുഴയിൽ അർജുൻ്റെ ലോറി താഴ്ന്നു കിടക്കുകയായിരുന്നു എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. ലോറി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഭാരത് ബെൻസിന് വേണ്ടി പ്രൊമോഷൻ നൽകാൻ കുറേ എണ്ണം ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ മാധ്യമങ്ങൾ ഇവിടെ നിന്ന് ഭാരത് ബെൻസിന്റെ ഫീച്ചേഴ്സും ഭാരത് ബെൻസിന്റെ മറ്റതും മറിച്ചതും അറിയാനായിട്ട് ഇവിടെ കിടന്ന് അങ്ങ് ആറാടുകയാണെന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ഭാരത് ബെൻസിന്റെ ഫീച്ചേഴ്സ് ഒരാൾ അറിയാനായിട്ട് ഒരു ഭാഗത്തേക്ക് ഓടുന്നു, വേറൊരാൾ ഭാരത് ബെൻസിന്റെ സേഫ്റ്റി ചെക്ക് നടത്താനായിട്ട് ഓടുന്നു, വേറൊരാളാണെങ്കിൽ അവിടെ ചെന്നിട്ട് കുത്തിത്തിരിപ്പ് നടത്തുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മുഴുവനായിട്ടും കോമഡിയാക്കി നിങ്ങൾ മാറ്റരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അന്ന് കർണാടക സർക്കാർ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഈ ലോറി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന സ്ഥലമല്ലേ, ഈ ലോറി എന്ന് പറയുന്നത് വെള്ളത്തിൽ തന്നെ കാണുമെന്ന് പറയുമ്പോഴും അങ്ങനെയല്ല, വെള്ളത്തിലല്ല, ഈ ലോറി കിടക്കുന്നത് എവിടെയാണ്, ആ മണ്ണിനടിയിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്ന് പറയുന്നു. എന്നിട്ട് റെസ്ക്യൂ നടത്തുന്ന സ്ഥലത്ത് നിന്നും ആൾക്കാരെ ഒഴിപ്പിക്കുന്നു, ഞങ്ങളെ ഒന്നും അവിടെ കയറ്റിവിടുന്നില്ല എന്നാണ് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരിലെ ആറാട്ടണ്ണനായിട്ടുള്ള അരുൺകുമാർ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ റെസ്ക്യൂ നടത്തുന്ന സ്ഥലത്ത് ഏറ്റവും കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചാനലിന്റെ റേറ്റിംഗിന് വേണ്ടി ജനങ്ങളെ ഉദ്വേഗഭരിതമായിട്ട് സീറ്റ് എഡ്ജി കൊണ്ട് നിർത്താനായിട്ട് പറയുന്ന കാര്യമാണോ എന്ന് നമുക്കറിയില്ല. അവിടെ അങ്ങനെ ഒരു സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ റെസ്ക്യൂ നടത്തേണ്ടത്. കാരണം ഒരു വൈബ്രേഷൻ പോലും, ഒരു ചെറിയ വൈബ്രേഷൻ പോലും ഉണ്ടാകാൻ പാടില്ല, ബാക്കിയുള്ള മണ്ണും കൂടെ ഇടിഞ്ഞ് താഴേട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് അത്ര സെൻസിറ്റീവായിട്ട് അവിടെ റെസ്ക്യൂ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തേക്ക് എന്നെ കയറ്റി വിട്ടില്ല എന്നാണ് ഈ അരുൺകുമാർ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ചു. കാരണം മണ്ണിനടിയിൽ ഈ അർജുൻ്റെ ലോറിയും അർജുനും ഉണ്ടെങ്കിൽ ഒരു ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് പോലും ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉണ്ടാകുന്ന വൈബ്രേഷനിൽ ബാക്കിയുള്ള മണ്ണ് മുഴുവൻ ഇടിഞ്ഞ് താഴോട്ട് വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോമൺ സെൻസ് മതി ഇതിന് ജസ്റ്റ് ഒരു കോമൺ സെൻസ് മതി. അതിന്റെ പിറകിൽ വന്ന വേറൊരാളാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞു. ഇയാളാണെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കും പട്ടാളക്കാർക്കും നാവികസേനയ്ക്കും വരെ ക്ലാസ് എടുക്കുന്ന ഒരു മഹാനായിട്ട് മാറിയിരിക്കുകയാണ് ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത്. അയാൾ ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്നത് എന്ന് വലിയ കാര്യത്തിൽ വീമ്പിളക്കിയിട്ടാണ് ഇറങ്ങുന്നത്. അതിനും വലിയ ഹൈപ്പ് ഇയാൾ വാങ്ങിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ സന്നദ്ധ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാണ് ഇയാൾ ആ ദുരന്ത ഭൂമിയിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് അടിച്ചോട്ടിച്ചിട്ട് സർക്കാരും സൈന്യവും കൃത്യമായിട്ടുള്ള നിയന്ത്രണമേറ്റ റെസ്ക്യൂ ആദ്യമേ നടത്തേണ്ടതായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് രേവന്ത് ബാബു എന്ന് പറയുന്ന വേറൊരു വെട്ടാവളിയാണ്. നമുക്കറിയാം ആലുവയിൽ ഒരു പെൺകുട്ടി മരണമടഞ്ഞ സംഭവം, ആലുവയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് വേസ്റ്റിലോട്ട് എറിഞ്ഞ് ആ പെൺകുട്ടി മരണമടഞ്ഞ സംഭവത്തിൽ ഹൈപ്പിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്താനായിട്ട് ബ്രാഹ്മണരാരും വരുന്നില്ല എന്ന് പറഞ്ഞ് ജാതീയമായിട്ടുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കി സമൂഹത്തിൽ വലിയ കയ്യടി നേടി രണ്ടാമത്തെ ദിവസം നീർക്കുമുള പോലെ പൊട്ടിപ്പോയ രേവന്ത് ബാബു എന്ന് പറയുന്ന ഒരാളെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനത്തെ രേവന്ത് ബാബുവിന്റെ ഒരു സ്ഥാനത്ത് മാത്രമേ ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മണ്ണിനടിയിൽ നമുക്ക് ഡ്രില്ല് ചെയ്ത് നോക്കണമെന്ന്. പട്ടാളത്തിനില്ലാത്ത അറിവാണ് ഇയാൾക്ക്. ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ പട്ടാളത്തിൽ ചേരാനായിട്ട് പോയി പട്ടാളത്തിൽ ഇയാളെ കയറ്റിയില്ലെന്നാണ്. അങ്ങനെയാണ് ഇയാൾ സന്നദ്ധ സേവനം, സന്നദ്ധ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത്. ഉത്തരാഖണ്ഡിലൊക്കെ എന്തൊക്കെയോ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇയാൾ പോയിട്ടുണ്ടെന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ അവിടെ നിന്ന് പറയുന്നത് ജസ്റ്റ് കോമൺ സെൻസ് ഇല്ലാതെ പറയുന്നത് മണ്ണിനടിയിൽ മറ്റേ കുഴൽക്കിണർ അടിക്കുന്ന സാധനം വെച്ച് തുരന്ന് നോക്കണം എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ മണ്ണിനടിയിൽ എങ്ങനെ തുറക്കാനായിട്ട് സാധിക്കും? ആ മണ്ണിന്റെ മുകളിൽ കയറി നിൽക്കുന്ന ആൾക്കാർ പോലും ജാഗരൂകരായിട്ടാണ് നിൽക്കുന്നത്. അടുത്ത നിമിഷം വേറൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. അവിടെ കനത്ത മഴ പെയ്യുന്നുണ്ട്. രണ്ടാമത്തെ നിമിഷം അർജുൻ ആ മണ്ണിനടിയിൽ ജീവനോടെ ഉണ്ടെങ്കിൽ കുഴൽക്കിണർ പോലെയുള്ള ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് അവിടെയുള്ള വിവരമുള്ള ആൾക്കാർ ഇയാളോട് ചോദിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇയാൾ അവിടെ നിന്ന് പട്ടാളത്തിന് വരെ ക്ലാസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവസാനം എല്ലാ എണ്ണത്തിനെ അടിച്ചോടിച്ചു. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു വി ജോൺ പറഞ്ഞിരിക്കുന്നത് ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഇയാൾ ഞങ്ങളെല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന രീതിയിൽ വിനു വി ജോൺ സംസാരിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇയാളെ പിടിച്ച് ചർച്ചയ്ക്കിരുത്തിയ എന്നെ മടൽ വെട്ടി അടിക്കണം എന്ന രീതിയിലാണ് വിനു വി ജോൺ പറഞ്ഞിരിക്കുന്നത്. കാരണം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും നമ്മൾ നമ്മുടെ സമൂഹത്തിൽ വഴിതെറ്റിക്കാനായിട്ട്, കാരണം ഇതിൽ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ലാത്ത ആൾക്കാരെ ഒന്നും സമൂഹത്തിൽ വഴിതെറ്റിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ പാടില്ല. പിന്നെ ഈ മനാഫിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് വണ്ടി നിറയെ തടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തടി ഒഴുകിപ്പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വണ്ടി പുഴയിലുണ്ടെങ്കിൽ തടി ആ കെട്ടുപൊട്ടി പുഴയിൽ ഒഴുകി നടക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ തീർത്ത് പറയുന്നു, വണ്ടി പുഴയിലില്ല എന്നാണ് മനാഫ് പറഞ്ഞിരിക്കുന്നത്. ഇയാൾക്ക് ലോറി കിട്ടണം, ഇയാൾക്ക് ഇയാളുടെ ഇൻഷുറൻസ് കിട്ടണം. അല്ലാതെ അതിന് പുറമെ അർജുന്റെ ജീവൻ ഇയാൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യമാണ്. പുഴയിൽ തടി ഒഴുകി കിടക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഉണ്ടായ ഒരു ഡൗട്ടുണ്ട്. അത് ഇവിടുത്തെ കോമൺ സെൻസ് ഉള്ള മാധ്യമപ്രവർത്തകർ പോലും ഉണ്ടായില്ലേ എന്നത് എൻ്റെ ഒരു ചോദ്യമാണ്. കാരണം ഈ അർജുന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയത് 3ാമത്തെ ദിവസമാണ് കേരളം അറിയുന്നത്. അവിടെ 5ാമത്തെ ദിവസമാണ് സൈന്യം വരുന്നത്. ഈ 2ാമത്തെ ദിവസമാണ് അവിടെ കർണാടക സർക്കാർ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വരുന്നത്. ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി തടി ഇങ്ങനെ മുകളിൽ പൊട്ടി ഒഴുകി കിടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് മനാഫ് പറയുമ്പോഴും ഈ 2ാമത്തെ ദിവസം ആകുമ്പോഴേക്കും പൊട്ടി മുകളിൽ വന്ന തടിയൊക്കെ ഒലിച്ചു പോകില്ലേ, അവിടെ വലിയ മഴ പെയ്യുകയല്ലേ എന്നുള്ളൊരു കോമൺ സെൻസ് പോലും നിങ്ങൾക്കില്ലേ എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും ഉയർത്തണ്ടേ? അതെന്തുകൊണ്ടാണ് ഉയർത്താത്തത് എന്നുള്ളത് നമ്മളെല്ലാവരും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിനായി ആ ദുരന്ത ഭൂമിയിൽ എത്തുന്ന എല്ലാവരും
വലിയ രീതിയിലുള്ള ഉപദേശകന്മാരും വിമർശകന്മാരുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരുടെ ആ ഒരു മാനസികാവസ്ഥയും അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് അവരുടെ 100% ആയിട്ടുള്ള എഫേർട്ട് എടുത്താണ് നടത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഈ രക്ഷാപ്രവർത്തനം ഇത്രയധികം വൈകിക്കാനുള്ള കാരണം ഇത് മണ്ണിനടിയിലുണ്ട് എന്ന മാധ്യമങ്ങൾ പറഞ്ഞു സർക്കാരിന് വലിയ രീതിയിൽ അവിടെ പ്രഷർ കൊടുത്തു. രണ്ടാമത്തെ കാര്യം ഈ മനാഫിന്റെ വലിയ രീതിയിലുള്ള കള്ളത്തരങ്ങൾ. മൂന്നാമത്തെ കാര്യം ഈ രഞ്ജിത്ത് ഇസ്രായേലിന്റെ വലിയ രീതിയിലുള്ള ഇടപെടൽ. അങ്ങനെയൊക്കെ നടത്തിയപ്പോൾ അവിടെ കർണാടക സർക്കാരിന് പുഴയിൽ പരിശോധിക്കാനുള്ള സമയത്തിന് മുമ്പ് അവർ പറഞ്ഞു എങ്കിൽ നമുക്ക് കര മുഴുവൻ പരിശോധിച്ചിട്ട് പുഴയിലേക്ക് ഇറങ്ങാനെന്ന് പറഞ്ഞു. ആദ്യം തന്നെ അവിടെ സർക്കാർ പറഞ്ഞാണ് നമുക്ക് പുഴയിലൊന്ന് സോണാർ ഇറക്കി നോക്കാം. ഈ സോണാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയാനുള്ള ഒരു മെഷീനാണ്. സോണാർ ഇറക്കി പരിശോധിക്കാമെന്ന് അവിടെയുള്ള സർക്കാർ പറഞ്ഞപ്പോഴും ഇവന്മാരുടെ ഈ ഒരു 3 എണ്ണത്തിൻ്റെയും ഈ ഒരു സമ്മർദ്ദമാണ് അവിടെ വർക്കായത് എന്ന് കോമൺ സെൻസ് ഉള്ള ആർക്ക് ചിന്തിച്ചാലും മനസ്സിലാവും. ആദ്യം തന്നെ ആ സർക്കാർ പറയുമ്പോൾ അവർക്കൊരു വില കൊടുക്കണ്ടേ. ആ സർക്കാർ പറയുമ്പോൾ പുഴയിൽ ഈ കാര്യങ്ങളൊക്കെ ഇറക്കി പരിശോധിച്ചെങ്കിൽ നമുക്ക് എത്രയോ ദിവസം മുമ്പ് അർജുനെ കണ്ടെത്താനായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ളത് വലിയൊരു വസ്തുത തന്നെയാണ്. അങ്ങനെ ഒരു വസ്തുത അതിന്റെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കേണ്ട വേറൊരു വലിയ കാര്യമുണ്ട്. ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ മണ്ണ് മാത്രമല്ല വരുന്നത്, അതിൽ വലിയ വലിയ പാറകളും ഉരുണ്ടു വരും. ആ മണ്ണിനടിയിൽ വലിയ വലിയ പാറകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്കാർ നേരിട്ട വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. ആ വലിയ പാറകൾ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ആ പാറയിൽ ഇടിച്ച് വണ്ടി പുഴയിലേക്ക് മറിഞ്ഞിരിക്കാമെന്ന്. അതൊക്കെ കണ്ടിട്ടാണ്, കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണല്ലോ. കർണാടകയിലാണ് ഈ സ്ഥലമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കർണാടകയിൽ അവിടെ ഉള്ളപ്പോൾ അവർ എത്രയോ അപകടങ്ങൾ അവിടെ കണ്ട ആൾക്കാരായിരിക്കും. അവർ പറയുന്നുണ്ട് ഇതെന്തായാലും പുഴയിൽ തന്നെ പോയി കാണുമെന്ന് പറയുന്നു. എന്നിട്ട് പോലും ഇവിടെയുള്ള ആൾക്കാർ പറയുന്നു ഇല്ല, പുഴയിലില്ല, 80% മണ്ണും കരയിൽ മാറ്റി പരിശോധിച്ച ശേഷം മാത്രം നമുക്ക് പുഴയിൽ ഇറങ്ങിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഇടയിൽ സൈന്യത്തിനെ കുറ്റപ്പെടുത്താൻ കുറേ എണ്ണം ഇറങ്ങുന്നു. അതിൻ്റെ ഇടയിൽ സൈന്യത്തിൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ കുറേ എണ്ണം ഇറങ്ങുന്നു. ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കോമഡി സാധനമാക്കി മാറ്റരുത് ദയവ് ചെയ്ത്. രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ ഹിറ്റാഷിയൊക്കെ വളരെ കുറച്ച് ഹിറ്റാഷി മാത്രമേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ, കൂടുതൽ ഹിറ്റാഷി കൊണ്ടുവരേണ്ട എന്നാണ് ഇവിടെയുള്ള വേട്ടാവളിയന്മാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെറിയൊരു വൈബ്രേഷൻ പോലും ഉണ്ടാവാൻ പാടില്ല. ഒരു 100 ഹിറ്റാഷി കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള മണ്ണും കൂടെ ഇടിഞ്ഞിങ്ങ് വരും. കാരണം അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും സൈന്യം ഇറങ്ങിയ ശേഷം സകല കാര്യങ്ങളും സൈന്യത്തിന്റെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കാൻ ഇവന്മാരുടെ ഒരു ആവേശം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സൈന്യത്തിനെ വിളിച്ചതേ 5ാമത്തെ ദിവസമാണ്. സൈന്യം വന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സൈന്യമാണ് എല്ലാത്തിനും കുറ്റക്കാരെന്ന് പറഞ്ഞു. അതിനു മുമ്പ് കർണാടക സർക്കാരിനെ കുറ്റം പറഞ്ഞില്ലല്ലോ. കർണാടകയിൽ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്, എന്തുകൊണ്ട് കുറ്റം പറഞ്ഞില്ല? BJP ആണ് കർണാടകയെ ഭരിക്കുന്നതെങ്കിൽ നീയൊക്കെ ഇപ്പം മുണ്ടൂരി തലയെ കെട്ടിയെന്നല്ലോ എന്നൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഇപ്പൊ കർണാടക ബസവരാജ് ബൊമ്മയാണ് ഭരിക്കുന്നതെങ്കിൽ നരേന്ദ്രമോദിയാണ് അർജുന്റെ ഈ കാരണത്തിന് വലിയ രീതിയിൽ ചുക്കാൻ പിടിച്ചെന്ന് ഇവിടെയുള്ള കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മുഴുവൻ പറഞ്ഞു പരത്തിയല്ലോ. ഈ പറയുന്ന മാധ്യമപ്രവർത്തകരിലെ ആറാട്ടണ്ണനായിട്ടുള്ള ഈ അരുൺകുമാർ തന്നെ ആദ്യം പറഞ്ഞതിനെ കേന്ദ്രത്തിന്റെ വലിയ രീതിയിലുള്ള അനാസ്ഥയാണെന്ന്. അതുകൊണ്ട് സൈന്യത്തിനെ കുറ്റം പറയണം, സൈന്യത്തിനെ കുറ്റം പറഞ്ഞാൽ കേന്ദ്രത്തിനെ കുറ്റം പറയാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. സൈന്യത്തിനെ കുറ്റം പറയാനുള്ള വലിയ നീക്കം നടന്നു. കേരളത്തിലെ സർക്കാരിനെ ആരും കുറ്റം പറഞ്ഞില്ല. കാരണം കേരളത്തിലെ സർക്കാർ ഇത് ഇടപെടുന്നത് 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസമാണ്. അതുവരെ കേരള സർക്കാർ എവിടെ പോയി ഉറങ്ങിക്കിടന്നു. അതുകൊണ്ട് ഇതൊരു വലിയ പ്രകൃതി ദുരന്തമാണ്, അത് നമ്മൾ അഭിമുഖീകരിക്കണം എന്നൊരു ലൈനിലാണ് കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരുന്നത്. സൈന്യത്തിന് 5ാമത്തെ ദിവസം വന്നപ്പോൾ സൈന്യത്തിന്റെ തലയിൽ എല്ലാം കൂടെ എടുത്ത് കെട്ടിവെച്ച് കൊടുക്കാനുള്ള വലിയൊരു ത്വര, ഇവരുടെയൊക്കെ ത്വര നമുക്ക് കാണാതെ പോകാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ഇതിനകത്ത് രാഷ്ട്രീയം കുത്തിക്കേറ്റാനുള്ള വലിയൊരു ശ്രമം നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു മനുഷ്യന്റെ ജീവനാണ് അവിടെ സെർച്ച് ചെയ്യുന്നത് എന്നുള്ള യാതൊരുവിധ കോമൺ സെൻസും ഇല്ലാതെ അവിടെ ചെന്ന് ഷോ കാണിക്കാനും കന്നടക്കാർക്കിട്ട് ഗൊത്താനും നിന്ന് കഴിഞ്ഞാൽ കർണാടക പോലീസ് വന്ന് കയ്യും കാലും കെട്ടി ആ ഗംഗാവലി പുഴയിലോട്ട് എടുത്തിടും എന്ന് മാത്രമേ മാധ്യമപ്രവർത്തകർക്കിടയിലുള്ള ആറാട്ടം എന്നോട് എനിക്ക് പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും നന്നായി കൂടെ ഇടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.